1.5 വർഷത്തിനുള്ളിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ മാത്രം 3 യുവതികളാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മറ്റ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ വേറെയും. വണ്ടാനം വൃക്ഷവിലാസം തോപ്പ് സ്വദേശികളായ മനു, സൗമ്യ ദമ്പതികളുടെ 8 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഒടുവിലത്തെ ഇര. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കും. അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. എൻ്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അന്ന് നേരത്തെ കാണാൻ ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് നേരത്തെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. പ്രസവത്തിനായി കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് സൗമ്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. 29-ാം തീയതി പ്രസവിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ ICUവിലേക്ക് മാറ്റി. അർദ്ധരാത്രിയോടെ മരിച്ചു. ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെ അന്വേഷിക്കാമെന്ന് സൂപ്രണ്ടിന്റെ ഉറപ്പ്. അവര് PV ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ മാറ് സൗമ്യ അവിടെ പോയി കിടന്നു, സെക്കൻഡ് സ്റ്റേജിൽ കിടന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PV ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. അവരവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഇൻഫെക്ഷൻ ആയ സ്ഥിതിക്ക് സൗമ്യക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയെന്ന്. ഒരു ചെക്കപ്പ് നടത്തിയിട്ടില്ല ഇത്ര ഇതായിട്ട്. സമാന സംഭവങ്ങളിൽ മുൻപ് നടത്തിയ അന്വേഷണങ്ങളിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരന് പോലും വീഴ്ചയുണ്ടായതായി കണ്ടെത്താനുമായിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായി ആരോഗ്യമന്ത്രി യോഗം വിളിച്ച് ആഴ്ചകൾക്കുള്ളിലാണ് അടുത്ത മരണം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.